ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു മുട്ടക്കറി ആയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇത്രയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പാത്രം ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ ഉള്ളി ഇട്ടു, കുറച്ച് ഉപ്പിട്ട് നല്ലോണം വാട്ടി. അതൊരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റി. അങ്ങനെ കുറച്ച് നേരം വഴറ്റി നല്ലോണം ആയെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതും നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടു. പിന്നെ തക്കാളി നല്ലോണം വാടി വരുന്നവരെ ഇളക്കി. പിന്നെ ഇളക്കാൻ മടിയായപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് ആവിക്ക് വെന്തോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കായി. അടപ്പെടുത്ത് നോക്കിയപ്പോൾ ശരിക്കും തക്കാളി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം പിന്നെ ഇളക്കി. കുറച്ച് നേരം നല്ല കുറേ നേരം ഇളക്കി. അത് വഴറ്റി വരുന്നവരെ ഇളക്കി. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്കുള്ള പൊടികൾ ഇട്ടു. ആദ്യം തന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു. അപ്പോഴാണ് ഞാൻ മറന്നത് ഗരം മസാല ഇടാൻ പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഗരം മസാല ഇട്ടു. പിന്നെ അതൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റി. ആ പൊടിയുടെ സ്മെല്ലൊക്കെ മാറുന്ന വരെ വഴറ്റി. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതും കൂട്ടി നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് അധികം കറി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. പിന്നെ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചു. അപ്പോഴേക്ക് ഞാൻ കോഴിമുട്ട 2 പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് കോഴിമുട്ട ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സാക്കി. എന്താണെന്നറിയില്ല, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. കോഴിമുട്ട ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്തു. എന്നിട്ട് അതിന് മുകളിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.